ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ക്രാഫ്റ്റും അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മളെ ചാനലിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ കാണിച്ചു തരാമെന്നൊക്കെയാണ് വിചാരിച്ചത്. ചാനലിൽ യൂസ് ചെയ്യാത്തതുമായിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്കെച്ച് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ വാഷബിൾ കളർ പെൻസാക്കിയാണ്. 36 കളേഴ്സാണ്. ഇതിൻ്റെ കുറേ ഒരു 50 സംതിങ് കളേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഇത് എനിക്ക് സൗദിയിൽ നിന്ന് എൻ്റെ വില്ലച്ചൻ കൊണ്ടുതരുന്നതാണ്. ഇങ്ങനത്തെ കളേഴ്സൊക്കെ നല്ല കളേഴ്സാണ്. ഇതെന്ന് പറയുന്നത് പേസ്റ്റൽ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ 36 ഉള്ളൂ. പക്ഷെ മറ്റേത് പേസ്റ്റലും എല്ലാം കൂടെ ആയിട്ട് വരുന്ന ഒരു സാധനം കൂടിയുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒന്നും കൂടെ വൃത്തിയാക്കണം. ഇതിലും 36 ഉള്ളൂ. ഇതിൽ കുറച്ചധികം ഉണ്ടായിരുന്നു, പക്ഷേ കാണാണ്ടായതാണ്. കുറച്ചും ഇതിനെക്കാട്ടുള്ളത് തന്നെയും ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണാനില്ല. ഇത് കുറച്ച് ഡാർക്കും ലൈറ്റും ഒക്കെ ആയിട്ട് വരുന്നൊരു കളേഴ്സാട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ക്രയോൺസ് എന്നല്ല, ഒരു കളർ പെൻസിൽ എന്ന് പറയാം. ഇത് ആർട്ടിക്കേൻ്റെ ആണ് കേട്ടോ. ആർട്ടിക്കല്ല, ക്യാമലിൻ്റെ ആണ്. ക്യാമലിൻ്റെ നല്ല അടിപൊളിയായിട്ടാണ്. ഞാൻ കുറേ നാളായി ഇത് യൂസ് ചെയ്യണം. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ 26 ഷെയ്ഡ്സ് ഉണ്ട്. 2 എണ്ണം എക്സ്ട്രായും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 28 ഷെയ്ഡ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ഒരു ഇറേസറും ഷാർപ്നറും വരുന്നുണ്ട്. അത് ഫ്രീ ആണ്. അത് വെച്ചാൽ ഇതിൻ്റെ ഇറേസറാണ് സെയിം സാധനമാണ്. ഏത് കളറും ഏത് ബ്രാൻഡിൽ ഇതിപ്പോൾ നമുക്ക് കളർ കൊടുത്ത് തെറ്റി വെച്ചോ നമ്മളത് റബ്ബ് ചെയ്യുമ്പോൾ വൃത്തിയായി അവിടെ കളർ കൊടുത്തതേ തോന്നൂല. നമുക്ക് വേറെ കളർ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം 28 കളേഴ്സാണ് ഇതിലുള്ളത്. ഇനി ഈ ഒരു സെയിം ബ്രാൻഡിന് ഞാൻ കുറേ ഐറ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡ് പൊളി ബ്രാൻഡാണ്. അപ്പം ഇതിൽ ഞാൻ 6 കളേഴ്സ് വരുന്ന ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പഴയതായിട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ തന്നെ മോൾഡിറ്റ് ക്ലേ ആണ്. ഇവരുടെ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും ഉണ്ടല്ലോ. എൻ്റെ മോളെ പൊള്ളി സാധനമാണ്. അപ്പം ഇതും എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ്. മോൾഡിറ്റ് ക്ലേ ഒക്കെ നല്ല പക്കായിട്ടിരിക്കും, കുറേ നാളിരിക്കും. പിന്നെ ഇത് 10 ഷെയ്ഡ്സ് വരുന്നത്. ഇത് ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് പൊളിയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഇങ്ങനത്തെ ഇതിൽ കുറേ കളേഴ്സ് മിക്സ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റംസ് പൊളിയാണ് കേട്ടോ. ഇതെന്ന് പറയുന്ന ഗ്ലാസ് പെയിൻ്റ് ആണ്. ഇതിൽ എനിക്ക് ഒന്ന് തോന്നിയിട്ടുള്ളത്, ഇതിൽ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനർ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഗ്ലാസ് പെയിൻറ്റ് ഞാൻ ചെയ്തത് ഇതിൽ ഔട്ട്ലൈനർ ഉണ്ട്. ഈ ഔട്ട്ലൈന് ചെയ്യണമെങ്കിൽ ഒരു സാധനം ഉണ്ട്, ഇങ്ങനത്തെ നിബ് കണക്കത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം നമുക്ക് ഈ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഈ ഔട്ട്ലൈനർ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണോ ചോദിച്ചിട്ട് വേണം നമ്മളത്. വേറെ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ വരുന്ന ഔട്ട്ലൈനറൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നിബും ചോദിച്ച് വാങ്ങണം, പിന്നെ നമ്മളുടെ ഔട്ട്ലൈനറും ചോദിച്ച് വാങ്ങണം. അപ്പം ഇതിൽ കളേഴ്സ് മാത്രമാണ് നല്ലത് ഉണ്ടാവുക. കളേഴ്സൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഇതാണ് എനിക്ക് ഒരു വേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വേസ്റ്റല്ല, കളേഴ്സൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഔട്ട്ലൈനറാണ് ബ്ലാക്ക് ഔട്ട്ലൈനർ ഒക്കെ മോശമാണ്, നമുക്ക് ആവില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷസിൻ്റെ അവസ്ഥയാണ് ഗൈസ് ഇതൊക്കെ. ഒരു 7 ബ്രഷസ് തന്നെയുണ്ട്. ഒരു ബിഗ് ബ്രഷ് ഉണ്ട്, അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ 2 പെയിൻറ്റ് എക്സ്ട്രാ യൂസ് ചെയ്യാറുണ്ട്. ക്യാമലിൻ്റെ 2 പെയിൻറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു വയലറ്റ് അല്ല, ഒരു പർപ്പിൾ, ലൈറ്റ് വയലറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് പിങ്ക്, സാധാ പിങ്ക്, നല്ല പിങ്ക്, നല്ല വയലറ്റ്, രണ്ടും പൊളിയാണ്. ക്യാമലിൻ്റെ ഐറ്റംസും പിന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഐറ്റംസും നല്ല അടിപൊളി ഐറ്റംസാണ്. ഞാൻ ഈ സ്കെച്ച് ആണ് യൂസ് ചെയ്യാറ്. ഇപ്പം നമുക്ക്
ഇത് കുറച്ച് നല്ല അടിപൊളി ഐറ്റംസ് ചെയ്യുമ്പോഴാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ചെറുതൊക്കെ ആവശ്യത്തിന് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇതും അടിപൊളിയാണ്. പിന്നെ ഞാൻ എംബ്രോയ്ഡറി ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത എംബ്രോയ്ഡറി. പിന്നെ ഞാൻ ഇങ്ങനെ പെയിൻറ്റും ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ പെയിൻറ്റും ചെയ്യാറുണ്ട്. പിന്നെ ഗ്ലാസ് പെയിൻറ്റ്സും ഞാൻ ചെയ്യാറുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെയാണ് ഞാൻ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈനിങ് പറയാലോ, അത് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം. ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 10 വരുന്നുണ്ട്, 10 കളേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ കളേഴ്സൊക്കെ ഓക്കെയാണ്, ഔട്ട്ലൈനോട് മാത്രമാണ് കുഴപ്പമുള്ളത്. ബാക്കിയൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റംസാണ്. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.